നമസ്കാരം. സംഗണി സത്യഭാമ RLV രാമകൃഷ്ണനെ പരസ്യമായി ജാത്യധിക്ഷേപം നടത്തിയതിന് പിന്നാലെ സംഘികളെല്ലാം ചേർന്ന് ഒരു വലിയ പ്രചരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ സത്യഭാമ ഇതല്ല, ഞങ്ങളുടെ സത്യഭാമ ഇങ്ങനെ അല്ല, ഞങ്ങളുടെ സത്യഭാമ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന തരത്തിൽ. അതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയെ കൊണ്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. സുരേഷ് ഗോപിയെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ച് യഥാർത്ഥ സംഘികൾ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സത്യഭാമ സംഘിണി അല്ല, അവർ വെറും ഒരു സാധാരണ പൗരയാണ് എന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കുപ്രചരണങ്ങളാണ് അല്ലെങ്കിൽ ഫേക്ക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് ഈ ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ്. ഒരിക്കലും ദൃശ്യം കള്ളം പറയത്തില്ലല്ലോ അല്ലേ? അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം നേരത്തെ വന്നതാണ്, പക്ഷെ മെമ്പർഷിപ്പ് എടുക്കുവാൻ സാധിച്ചില്ല. നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ടീച്ചറെയും എല്ലാവിധ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേദിയിലുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി ശ്രീ ചെമ്പഴന്തി ഉദയൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രമുഖനായിട്ടുള്ള നമ്മൾ വിട്ടുപോയി, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശേട്ടനെ എല്ലാവിധ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പാപ്പനംകോട് സജി, ബിജു ബി നായർ, അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ടില്ലേ, 2019 BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീധരൻ പിള്ളയിൽ നിന്ന് അവർ BJP അംഗത്വം എടുക്കുകയാണ്. BJPയിലേക്ക് പ്രമുഖരെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് BJP കേരളത്തിൽ വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന പ്രചരണത്തെ തുടർന്ന് നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ സവർണ തമ്പുരാട്ടിയെ പൊന്നാട അണിയിച്ച് BJPയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം വേറെ ഒരു ചലനവും സംഭവിച്ചിട്ടില്ല. അടിയിൽക്കൂടെയും മുകളിൽ കൂടെയും BJPക്ക് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥിയെ, ആ വിദ്യാർത്ഥിക്ക് ഒരു ഗുരുസ്ഥാനീയനായി നിന്നുകൊണ്ട് കല പറഞ്ഞു കൊടുക്കുകയാണ്. കല അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അവരുടെ മനസ്സിലാണ് ഈ കറുപ്പും വെളുപ്പും വേർതിരിവുള്ളത്. ഇത് ഇവിടത്തെ ഉദാഹരണമല്ല, സകലമാന ഇടങ്ങളിലും ഇതുപോലുള്ള സത്യഭാമമാരെ സംഘപരിവാർ വളർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ, പണ്ടത്തെ കാലമല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ ദൈവങ്ങളുടെ മറപിടിച്ച് എന്ത് കൊള്ളരുതായ്മകളും ചെയ്തുകൊണ്ട് ഇവിടത്തെ പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യരെ വിശ്വാസം മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ആ ദൈവം തന്നെ കൂടെ നിന്ന് നിങ്ങളുടെ കാലുവാരുമെന്ന്. അതിന്റെ തെളിവാണ് ഈ ദൃശ്യം. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് വിളിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, എന്റെ നാടായിട്ടുള്ള കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ RLV രാമകൃഷ്ണന് ഒരു വേദി ഒരുക്കും. പക്ഷേ സ്പീക്കറുടെ നാട്ടുകാർ മുഴുവൻ കേൾക്കണമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ അല്ല, ഞങ്ങൾ ബ്രാഹ്മണനാകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ പിന്നോക്കക്കാരായിട്ടുള്ള കാക്കയെ പോലെ കറുത്ത ഉള്ളവരടുത്ത് ഞങ്ങൾക്ക് സിമ്പതി ഉണ്ടെന്ന് ഈ സമയത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഒരു നാടകം അരങ്ങേറിയത്. ഈ ദൃശ്യത്തെ എന്തായിരുന്നാലും ഇനി സംഘപരിവാറുകാർക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. ഒരു സത്യഭാമ എന്നാൽ ഒരു സംഘിണിയുടെ കറക്റ്റ് പ്രതിരൂപമാണ്. അവർ എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവരുടെ ഉള്ളിലുള്ള കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി വിവാഹം കഴിച്ച സമയത്ത് ഇവർ ഇതേ വാചകം ഉപയോഗിച്ചു, വീണയെ കാക്ക കൊത്തി പോലും. അത് മുസ്ലിം ആയാലും അവർക്ക് കാക്കയാണ്, അത് പിന്നോക്കക്കാരായാലും അവർക്ക് കാക്കയാണ്. ഒന്നിൽ നിറമാണ് കറുപ്പെങ്കിൽ മറ്റൊന്നിൽ മതമാണ് കാക്കയുടേതാക്കി മാറുന്നത്. ഇത്രയേ ഉള്ളൂ. തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണ്. അപകടകരമായ അവസ്ഥയിലാണ് സംഘപരിവാറുകാർ വിശ്വാസത്തിന്റെ മറപിടിച്ച് ഇവിടത്തെ പിന്നോക്കക്കാരെയും സാധാരണക്കാരെയും എല്ലാം വഴിതിരിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൈപ്പേറിയ അനുഭവം ഉണ്ടാകും. കാര്യം കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിലിരിപ്പ് വേറെയാണ്. ഒരുമിച്ചൊക്കെ നിൽക്കും, ഇരിക്കും, കളിക്കും. കുടുംബത്തിലേക്ക് ഒരു വിവാഹാലോചന നടത്തി നോക്കിയേ, അപ്പൊ അറിയാം തനിക്കുണം. അല്ലെങ്കിൽ തീൻമേശയിലേക്ക് ഭക്ഷണം, അതായത് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ മുന്നോക്കക്കാരായിട്ടുള്ള സവർണ വിഭാഗത്തിൽ തന്നെ പിന്നോക്കക്കാരായിട്ടുള്ള നല്ല മനുഷ്യരുണ്ട്, അവരെയൊന്നും തള്ളിപ്പറയുന്നില്ല. അല്ലാതെ തന്നെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ സംഘപരിവാറിന്റെ ഹിന്ദുത്വ ആശയങ്ങളിൽ ആകൃഷ്ടരായിരിക്കുന്നവർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അല്ലാതെ NSS എന്ന സംഘടനയിലുള്ള മുഴുവൻ പേരും സംഘപരിവാറിന്റെ തൊഴുത്തിൽ നിൽക്കുന്നവരെന്നല്ല. പക്ഷേ സുരേഷ് ഗോപി മാതൃകയിലും കൃഷ്ണകുമാറിന്റെ മാതൃകയിലുള്ള പല ഹിന്ദുത്വവാദികളും അവരെല്ലാം അപകടമാണ് തന്നെ. അതുകൊണ്ടാണ് ഇന്നലെ സത്യഭാമയെ കുറിച്ച് പറയേണ്ട വാചകം എത്തിയപ്പോൾ ആ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്യൂ എന്ന് കൃത്യമായി സുരേഷ് ഗോപി RLV രാമകൃഷ്ണനോട് ചോദിക്കുന്നത്. ഒരുപാട് കലാകാരന്മാര് ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിവേചനം അവരെ പോലൊരു സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് വേറെ ആരും കേൾക്കുന്നില്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ.
സാർ ഓക്കെ. അതിനുശേഷം എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സ്പീക്കർ ഇടണ്ട, അതെന്ന് പറഞ്ഞാൽ രഹസ്യമായിരുന്നാൽ മതി. കാര്യം സത്യഭാമ കൂടി കേൾക്കുകയാണെങ്കിൽ, സുരേഷ് ഗോപി അധിക്ഷേപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വല്ലതൊക്കെ പറയുകയാണെങ്കിലോ. ഇപ്പോ പലയിടങ്ങളിലും സത്യഭാമയ്ക്ക് BJP പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാര്യം കള്ളം കൈയോടെ പിടിച്ചപ്പോ നിൽക്കക്കള്ളിയില്ലാതെ. ഇനി ഞങ്ങളുടെ സവർണകുലത്തിൽപ്പെട്ട ഒരാൾ ആക്ഷേപിക്കപ്പെടുന്നതിൽ വല്ലാതെ വേദന പൂണ്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ ഇതിനെല്ലാം ലഘൂകരിച്ചുകൊണ്ട് അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. ആ ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. ഇത് ഇവരുടെ കാപട്യം മാത്രമാണ്. അല്ലെങ്കിൽ ഇനിയും ഈ നാട്ടിൽ RLV രാമകൃഷ്ണന്മാരുടെ ലിസ്റ്റുകൾ നീണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോ ആ ദൃശ്യം ഒരിക്കൽ കൂടി കാണൂ. സംഘപരിവാർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ തീവ്രത എത്രത്തോളം ഉണ്ട്. അതിൽ മതം മാത്രമല്ല, സ്വന്തം സമുദായത്തിനകത്ത്, അതായത് ഹിന്ദു മതത്തിനകത്ത്, ആ ഹിന്ദു മതത്തിനകത്ത് മറ്റുള്ള വിഭാഗക്കാരോടുള്ള ഇവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ദൃശ്യം.